അടുത്ത യുദ്ധം പടിവാതിലിൽ എത്തിയിരിക്കുകയാണ്. ഏത് നിമിഷവും ഇറാൻ ആക്രമിക്കപ്പെട്ടേക്കാം. അതിനായുള്ള കരുനീക്കങ്ങൾ അണിയറയിൽ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് രണ്ടും കൽപ്പിച്ചാണ്. ആയുധബലത്തിലൂടെ ട്രംപ് അക്കാര്യം ലോക ജനതയോട് വിളിച്ചു പറയുകയും ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പേര് ട്രംപ് മാറ്റി എഴുതുന്നത്. പ്രതിരോധ മന്ത്രാലയം എന്ന പേര് മാറ്റി അവിടെ വാർ മിനിസ്ട്രി എന്നാണ് പകരം അതിന് പേര് നൽകിയത്. അന്നതിന് കാരണമായി ട്രംപ് പറഞ്ഞത്, അമേരിക്കക്ക് പ്രതിരോധത്തിൻ്റെ ആവശ്യകതയില്ല, ഞങ്ങൾ യുദ്ധം ചെയ്യുന്നവരാണ്, ഞങ്ങൾ സർവശക്തരാണ് എന്നാണ്. അതൊരു സൂചനയായിരുന്നു. സർവ്വരാജ്യങ്ങളെയും ആക്രമിക്കാനും അട്ടിമറിക്കാനും തങ്ങൾക്ക് കഴിയുമെന്നും തങ്ങളതിന് തയ്യാറെടുക്കുന്നു എന്നുമുള്ള കൃത്യമായ സൂചന. അവിടേക്കാണ് കാര്യങ്ങൾ ട്രംപ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. വെനസ്വേല ട്രംപ് വിചാരിച്ചതിലും എളുപ്പത്തിൽ കീഴടങ്ങി. അടുത്തത് ക്യൂബയും കൊളംബിയയുമാണ്. അത് കഴിഞ്ഞാൽ മെക്സിക്കോ. അതിനിടെ സിറിയയിലും ലെബനാനിലും യമനിലും അമേരിക്ക തങ്ങളുടേതായ അധീശത്വം തുടർന്നു വരികയാണ്. അതിനെല്ലാം ഇടയിലാണ് ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അട്ടിമറിയുടെയും യുദ്ധത്തിൻ്റെയും പ്രതീതി പൂർവാധികം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ആക്രമിക്കപ്പെടണമെങ്കിൽ ആദ്യം ഇറാനിലെ ജനതയെ രണ്ടായി വിഭജിക്കണം. അതിനവരുടെ ജീവിത ചെലവ് ആദ്യം വർദ്ധിക്കണം. അതിനായി ട്രംപ് ആദ്യം ചെയ്തത് കടുത്ത ഉപരോധം ഇറാന് മേൽ കൊണ്ടുവന്ന് ഇറാന്റെ കറൻസിയുടെ മൂല്യം കുറക്കുകയാണ്. അതോടെ ജനത തെരുവിലിറങ്ങി. ഡിസംബർ അവസാന വാരം ആരംഭിച്ച സമരത്തിലേക്ക് ആദ്യം ഇറങ്ങുന്നത് ഇറാനിലെ വ്യാപാരികളാണ്. പിന്നീട് തൊഴിലാളികളും വയോജനങ്ങളും യുവജനങ്ങളും വിദ്യാർത്ഥികളും മറ്റു ജനവിഭാഗങ്ങളും എല്ലാം കടന്നു വരുന്നു. ഇറാനിലെ 31 പ്രവിശ്യകളിൽ 27ലും ഇപ്പോൾ പ്രതിഷേധം കനക്കുകയാണ്. ഇതുവരെ 400-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയാൽ അമേരിക്ക വെറുതെ ഇരിക്കില്ലെന്ന സന്ദേശം ട്രംപ് ഉയർത്തി കഴിഞ്ഞു. തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ അണുനിമിഷം കാത്തിരിക്കില്ല എന്ന് ഇറാനും വ്യക്തമാക്കി കഴിഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് സയനിസ്റ്റ് അമേരിക്കൻ സ്പോൺസേഡ് സമരമാണ്. കാത്തിരിക്കൂ, അടുത്ത 78 മണിക്കൂറുകൾക്കകം ഗെയിം ചേഞ്ച് എന്നാണ് ഇറാൻ മിലിറ്ററിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. ഇറാനിലെ സൈന്യം ഇപ്പോൾ തെരുവുകളിൽ സജ്ജമാണ്. മുൻപ് അട്ടിമറി ശ്രമം നടന്നപ്പോൾ സൈന്യം ഇറങ്ങി അടിച്ചമർത്തിയ പോലെ ഇനിയും സൈന്യം ഇറങ്ങി കൈകാര്യം ചെയ്യും എന്നുറപ്പ്. എന്നാൽ അതിനെ അമേരിക്ക എങ്ങനെ നേരിടും എന്നതാണ് അടുത്ത ചോദ്യം. അങ്ങനെ ഒറ്റയടിക്കൊന്നും ഇറാൻ തകരില്ല എന്ന് അമേരിക്കക്കറിയാം. അതുകൊണ്ട് തന്നെ ചുറ്റും വരിഞ്ഞു മുറുക്കപ്പെടണമെന്ന നിർബന്ധം അമേരിക്കക്കുണ്ട്. ഒരുപക്ഷെ ഭീഷണി ഉയർത്തുക ഇസ്രയേലും ആക്രമിക്കുക അമേരിക്കയുമാകും. കാരണം ഇറാൻ എന്ത് സംഭവിച്ചാലും അത് ഇസ്രയേൽ സ്പോൺസേഡ് ആവുമെന്ന് ഇറാൻ അറിയാം. അമേരിക്ക പോലെ സുരക്ഷിതമല്ല ഇസ്രയേൽ എന്ന് ഇറാനും ഇസ്രയേലിനും അമേരിക്കക്കും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ യുദ്ധപ്രതീതി സൃഷ്ടിക്കുകയാകും ഇസ്രയേൽ ചെയ്യുക. എന്നാൽ അമേരിക്കയാവട്ടെ ഇറാന് ചുറ്റുമുള്ള സൈനിക താവളങ്ങളിൽ നിന്നും ഇറാനെതിരെ ആക്രമണം നടത്തുകയും ചെയ്യും. ഇതിൻ്റെ അവസാനത്തിലാകും ഇസ്രയേലിൻ്റെ വരവുണ്ടാവുക. എന്നാൽ ഇറാനെ സംബന്ധിച്ച് ഇസ്രയേലിനെ ഇല്ലാതാക്കലും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഭീഷണി മുഴക്കുമ്പോഴും ഞങ്ങളെ ആക്രമിച്ചാൽ ഇസ്രയേലിനെ ഞങ്ങൾ ഇല്ലാതെയാക്കുമെന്ന മറുഭീഷണി ഇറാൻ നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കുന്നതും. ഈ രീതിയിലാണ് ഇറാൻ ഇസ്രയേൽ അമേരിക്ക സംഘർഷ സാധ്യതകൾ ഉയർന്നു വരുന്നത്. ഏത് വിധേനയും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയിയെ താഴെയിറക്കി റസാ പഹ്ലവിയെ വാഴിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്കയും സാമ്രാജ്യത്വ ശക്തികളും. ഖാംനെയി വീണാൽ റസാ പഹ്ലവിയെ വെച്ച് പാവ ഗവൺമെന്റിനെ വാഴിക്കുമോ, അതല്ല റസാ പഹ്ലവിയുടെ സ്വപ്നം വെറുതെയാകുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. സമരം ചെയ്യുന്നവരോട് തെരുവിൽ തുടരാനും പിന്മാറരുത് എന്നുമാണ് റസാ പഹ്ലവി അമേരിക്കയിൽ നിന്നും ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുല്ലാ ഭരണം തുലയട്ടെ എന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നു. എന്നാൽ ഇറാനിൽ പ്രക്ഷോഭത്തിലുള്ളവർ റസാ പഹ്ലവിയെ ചെവി കൊള്ളുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. നിലവിൽ ഇറാനിലെ പണപ്പെരുപ്പത്തിന് കാരണം അമേരിക്കയാണ് ജനങ്ങളെ ഇളക്കി വിടുന്നതും. നിങ്ങൾക്ക് ദുരിതമുണ്ടാക്കി ആ ദുരിതത്തിൽ നിന്നും കരകയറാൻ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രത്തലവനെതിരെ തുനിയുന്നത് ആത്മഹത്യാപരമാണെന്നും മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ വാക്കും കേട്ട് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രസിഡന്റിനെതിരെയും ഭരണകൂടത്തിനെതിരെയും തിരിയരുത് എന്നുമാണ് ഇറാൻ ഭരണകൂടം ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ജനങ്ങൾ ഭരണകൂടത്തെ കേൾക്കുമോ, അതല്ല അവരുടെ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വരുന്ന സാമ്രാജ്യത്വ ഭരണത്തലവനെ കേൾക്കുമോ എന്നതൊക്കെ കാത്തിരുന്നു കാണേണ്ടതാണ്. ഏതായാലും ഏത് നിമിഷവും പശ്ചിമേഷ്യയിൽ എന്തും സംഭവിച്ചേക്കാകും എന്ന പ്രതീതിയാണ് നിലവിൽ. Waytonikah.com, the exclusive Muslim matrimonial site.